മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനുചാക്കും. നമുക്ക് കണ്ടാലറിയാത്തവൻ കൊണ്ടാ പിടിക്കുന്നുള്ളത് എന്നതുകാരമായിട്ടൊരു കഥ പറയാം. ഒരു വഴിയാത്രികൻ യാത്ര ചെയ്ത് വളരെ ക്ഷീണിതനായി ഒരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ കിടക്കുക. അയാളുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം അയാളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുവഴി ഒരു വളരെ പണ്ഡിതനായ ഒരു മഹർഷി അല്ലെങ്കിൽ സന്യാസി നടന്നു വന്നിട്ടാണ്. ഇയാൾക്ക് ഭയങ്കര അഹങ്കാരമായി. ഈ സന്യാസിക്ക് എല്ലാവരും ഇയാളെ താണു വണങ്ങണം. അപ്പോൾ ഇയാൾ അവിടെ വന്നൊന്ന് മുരടൊക്കെ ഒന്ന് അനക്കി നോക്കി. അപ്പോൾ ഈ യാത്രികനാണെങ്കിൽ അയാളുടെ പ്രാരാബ്ദങ്ങൾ ആലോചിച്ചിങ്ങനെ കിടന്ന് ഈ സന്യാസി അവിടെ വന്നതോ നിന്നതോ ഒന്നും ഇയാളറിഞ്ഞില്ല. അപ്പോൾ ഈ ഇരിക്കുന്ന മരത്തിൻ്റെ ഈ വഴിയാത്ര ഇരിക്കുന്ന മരത്തിൻ്റെ കുറച്ച് ദൂരമായിട്ടൊരു മുട്ടനാട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ മുട്ടനാട് ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് മുട്ടനാട്. അപ്പോൾ ഈ സന്യാസി ഇത് കണ്ടപ്പോൾ സന്യാസി കുറച്ചും കൂടി അഹങ്കാരം കൂടി. ഒരു മുട്ടനാട് പോലും എന്നെ കണ്ടോ താണു വണങ്ങിയാൽ നിൽക്കണമെന്ന് അയാളുടെ മനസ്സിൽ തോന്നി. എന്നിട്ട് ഈ സന്യാസി ഈ വഴിയാത്രികനെ വിളിച്ചു, മനുഷ്യ, തനിക്കൊരു മാനോ നാണോ ഉണ്ടോ? എന്നെപ്പോലെയുള്ള ഇത്രയും വിവരമുള്ള ഒരു സന്യാസി വന്നിട്ട് താൻ എന്നെ വണങ്ങുന്നുണ്ടോ? കാണടോ, കേവലം ഒരു മുട്ടനാട് പോലും എന്നെ വണങ്ങുന്നു. അപ്പോൾ ഈ വഴിയാത്രയാൻ പറഞ്ഞു, എൻ്റെ സന്യാസി പണി പാളൂട്ടാ. സന്യാസി മാറിക്കോ അവിടുന്ന്. എന്താടാ വിവരം കേട്ടവനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ മുട്ടനാട് തല കുനിച്ചിങ്ങനെ നിൽക്കണത് സന്യാസിനെ വണങ്ങുന്നില്ല, അവൻ ഇടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്നു. അപ്പോൾ വിവരം കേട്ടവനെ അതിലല്ല, ആട് എന്നെ വണങ്ങാന്ന് പറഞ്ഞ് സന്യാസി നിൽക്കുകയല്ല, മുട്ടനാട് ഒറ്റ കുതിപ്പിന് ഒറ്റ മഹർഷീനെ ആ സന്യാസിനെ തട്ടി നിലത്തിട്ടു. സന്യാസി നിലത്ത് കിടന്നിട്ട്, അയ്യോടോ താൻ എന്നെ ഒന്ന് പൊക്കോളൂ. ഈ വഴിയാത്രക്കാരൻ ചെന്ന് പൊക്കി. അപ്പോൾ ഈ വഴിയാത്രക്കാരൻ ആ സന്യാസിയോട് പറഞ്ഞു, കണ്ടാ പഠിക്കാത്ത കൊണ്ടാ പഠിക്കും. ഞാൻ സന്യാസിയോട് പണ്ടേ പറയല്ലേ മുട്ടനാടി ഇടിക്കാൻ പോവാന്ന്. അപ്പോൾ സന്യാസി വിചാരിച്ചിട്ട് എൻ്റെ അങ്ങോട്ട് പൂജിക്കാൻ പറ്റുന്നത്. ഇതുപോലെയാണ് നമ്മുടെ സമൂഹത്തിലെ കുറേ മനുഷ്യന്മാർ. അവരുടെ വിചാരം അവരുടെ അടുത്ത് എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞ് അല്ലെങ്കിൽ താന് അവർ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ അവരെ ബഹുമാനിക്കാമെന്ന്. ഈ മുട്ടനാട്ടിനെ പോലെ മനസ്സിൽ അവർ എത്ര പ്രാവശ്യമാ നമുക്കൊക്കെ ഇടി തരുന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. മുട്ടനാടാകുമ്പോൾ എന്താ പറയുക, മുട്ടനാട് ഒരു സിനിമയിൽ പറഞ്ഞ ആട് ഇടിച്ചു വീണാൽ കേസാവില്ലേ, നമ്മൾ കൈ നിർത്തുന്ന പോലത്തെ കേസാവും. അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാവരും താണു വണങ്ങി നിൽക്കുമ്പോൾ നമ്മളെ അങ്ങ് പൂജിക്കാതെ വിചാരിക്കാതിരിക്കുക. നമ്മളും സാധാരണ ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ പ്രശ്നവും ഈ ഭൂമിയിൽ ഒരു 99% പ്രശ്നവും തീരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഞാനടക്കം നമുക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? ഈ സന്യാസിയുടെ വഴി അതൊന്നും മാറ്റി പിടിച്ചുകൂടെ നമുക്ക്? ഈ 2025 നമുക്ക് ചെറിയ മാറ്റങ്ങളിലെ ഒരു ഒന്നാമത്തെ മാറ്റമായിട്ട് നമുക്ക് ഇതെടുക്കാം. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. അനു ചക്കു.